നവവധു ഭർത്ത വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ നടുക്കിയിരിക്കുന്നു. അരമങ്ങാനം ആലിങ്കൽ തൊട്ടിയിൽ വീട്ടിൽ രജേഷിന്റെ ഭാര്യ കെ നന്ദനയാണ് ഇന്നലെ ഉച്ചയോടെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണീരടങ്ങാനാവാത്ത നിൽക്കുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടത്തിൽ ഏതാനും മാസങ്ങൾക്ക് മാത്രം മുമ്പ് സന്തോഷത്തോടെ വിവാഹവേദിയിൽ നിന്ന അതേ നന്ദനയുടെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പ്രണയവിവാഹമായിരുന്ന നന്ദനയുടെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് വഴിമാറിയെന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 26-നായിരുന്നു നന്ദനയുടെയും രജേഷിന്റെയും വിവാഹം കഴിഞ്ഞത്. പരസ്പരം ഏറെ സ്നേഹിച്ചും മനസ്സിലാക്കിയും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു യുവതിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ എല്ലാവരും വിങ്ങുകയാണ്. പെരിയ ആയമ്പാറ വില്ലാരംപൊതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏക മകളാണ് നന്ദന. ഒരേ ഒരു മകളുടെ ഭാവിയെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിച്ച ഞെട്ടലിൽ നിന്നും സീന ഇനിയും മുക്തിയായിട്ടില്ല. ഞായറാഴ്ച രാവിലെ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് നന്ദന അമ്മ സീനയ്ക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. മകളുടെ ഫോണിൽ നിന്നും വന്ന ഈ സന്ദേശം കണ്ട ഉടൻ തന്നെ സീനയ്ക്ക് സംഭവിച്ച ഞെട്ടൽ വാക്കുകൾക്ക് അതീതമായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ അവർ നന്ദനയുടെ ഭർത്ത വീട്ടുകാരെ വിവരം അറിയിച്ചു. മകളുടെ വാട്സപ്പിൽ നിന്ന് വന്ന സന്ദേശം കണ്ട സീന ഒരു വേവലാതെയും കൂടാതെ ഭർത്ത വീട്ടുകാരെ വിളിച്ച് വിവരങ്ങൾ പറയുകയായിരുന്നു. അവരുടെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം മാത്രമായിരുന്നു. ഈ സന്ദേശം ലഭിച്ച് കുറച്ചു സമയം കഴിഞ്ഞ് ഭർത്ത വീട്ടുകാർ നന്ദനയുടെ മുറിയിലേക്ക് വാതിൽ മുട്ടി നോക്കിയെങ്കിലും അകത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. പേടിച്ച് വാതിൽ ബലമായി തുറന്നു നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ നന്ദനയെ അവർ കണ്ടെത്തുന്നത്. ആ കാഴ്ച കണ്ട വീട്ടുകാർ അമ്പരന്ന് പോയിരുന്നു. നന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അപ്പോഴേക്കും വൈകിയിരുന്നു. നവവധുവിന്റെ മരണം എന്നതിനപ്പുറം ഒരാളുടെ മാനസിക നിലയെക്കുറിച്ച് സമൂഹം എത്രത്തോളം ബോധവാന്മാരായിരിക്കണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ് ഈ നടന്നത്. വിവാഹശേഷം പെൺകുട്ടികൾ പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. സ്വന്തം വീടും കുടുംബവും വിട്ട് പരിചിതമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും അവർക്ക് ഉൾക്കൊള്ളേണ്ടി വരുന്നു. ഈ മാറ്റം പലപ്പോഴും വലിയ മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകാറുണ്ട്. പ്രണയ വിവാഹമായിരുന്നെങ്കിൽ പോലും പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നന്ദനയുടെ മരണത്തിന് പിന്നിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന സന്തോഷം നിറഞ്ഞ ചിത്രങ്ങൾക്കപ്പുറം പലപ്പോഴും ഇത്തരം വിവാഹങ്ങൾക്ക് ശേഷവും യുവതികൾ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. സ്വന്തം പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥ, മറ്റുള്ളവർ മനസ്സിലാക്കില്ല എന്ന് തോന്നൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ ഉണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു വലിയ മാല പോലെ തന്നെ അവരുടെ മനസ്സിൽ തോന്നിയേക്കാം. നന്ദനയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നത് വ്യക്തമായില്ലെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് സ്വന്തം അമ്മയ്ക്ക് സന്ദേശം അയച്ചതിൽ നിന്ന് ആ പെൺകുട്ടി എത്രത്തോളം മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരു പക്ഷേ സഹായത്തിന് വേണ്ടിയുള്ള അവസാനത്തെ അഭ്യർത്ഥനയായിരിക്കാം ആ സന്ദേശം. എന്നാൽ അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാനുള്ള സമയം നന്ദനയ്ക്ക് ലഭിച്ചില്ല. മേൽപ്പറമ്പ് പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും RDO ബിനു ജോസഫ്, SI KN സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയും ചെയ്തു. നന്ദനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മരണം ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമേ ലഭ്യമാവുകയുള്ളൂ. നന്ദനയുടെ മരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന യുവതികളുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. വിവാഹശേഷം സ്ത്രീധന പീഡനത്തിന്റെ പേരിലും മറ്റ് ഗാർഹിക പീഡനങ്ങളുടെ പേരിലും പല യുവതികളും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്നാൽ നന്ദനയുടെ കേസിൽ അത്തരം റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസിന് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഭർത്ത വീട്ടുകാരെയും നന്ദനയുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തുകൊണ്ട് വരികയാണ് പോലീസ്. നവവധുവിന്റെ ഈ ദുരന്തപൂർണമായ അന്ത്യം ഓരോ കുടുംബത്തിനും ഒരു മുന്നറിയിപ്പാണ്. സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്തോഷം നിറഞ്ഞ ജീവിതം തുടങ്ങാൻ പോവുകയാണെന്ന് കരുതുന്നവർക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ തുറന്നു സംസാരിക്കാനുള്ള ഒരവസരം ഒരുപക്ഷെ നന്ദനയുടെ ജീവിതം രക്ഷിച്ചേനെ. ഈ ദാരുണമായ സംഭവം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ പാഠം കൂടിയാണിത്.